നമുക്കിന്നൊരു ബീട്രൂട്ട് ലഡു തയ്യാറാക്കി നോക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ബീട്രൂട്ട് ലഡു. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ബീട്രൂട്ടൊന്നും കഴിക്കാത്തവരാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന മീഡിയം സൈസ് 2 ബീട്രൂട്ടാണ്. കുറച്ച് നല്ല കളറൊക്കെ ഉള്ളത് നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഡു ഉണ്ടാക്കുമ്പോൾ നല്ല കളറ് തന്നെ കിട്ടും. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി കഴിയതിന് ശേഷം അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് ബീട്രൂട്ട് ചെറുതായി കട്ട് ചെയ്തെല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. അരച്ചെടുത്ത എല്ലാം കൂടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾക്കിത് തിളപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ അരിച്ചെടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷമാണിത് അരിച്ചെടുക്കുന്നത്. കാരണം അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് തിളച്ച് പറ്റി വരുമ്പോൾ നല്ല ഡാർക്ക് പിങ്ക് കളർ തന്നെ നമുക്കത് കിട്ടും. ആ ഒരു കളർ തന്നെ നമുക്ക് ലഡുവിനും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ. നമ്മൾ വീണ്ടും ഇത് ഒന്നും കൂടി ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. തിളപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ചതാണെങ്കിലും അതൊന്നുകൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ചൂടോടെ തന്നെ അതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അതിനുശേഷം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് 1 സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കുക. കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ 1 കപ്പ് റവയാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെയായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, ഒരുമിച്ചിടയില്ല. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി കട്ട പിടിക്കും. അപ്പോൾ ലേശം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് റവ ഒന്ന് വേവുകയും കൂടി വേണം. അതനുസരിച്ച് വേണം നമ്മൾ തീ കൊടുക്കാനെ കൊണ്ട്. അത് ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് 1 സ്പൂണ് നെയ്യ്, നിങ്ങൾക്ക് അതിൻ്റെ കൂടിയിട്ട് ഇളക്കുക വേണം ചെയ്യുന്നത്. നല്ല ചൂടുള്ളത് കൊണ്ട് അതിനകത്ത് തന്നെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളും. ഞാൻ അതിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുത്തത്. കൈ കൊണ്ട് എടുക്കാൻ പാകത്തിനുള്ള ചൂടാവുമ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് ചെറുതായിട്ട് എടുത്ത് ബോൾസ് രൂപത്തിലാക്കി അതിൻ്റെ മുകളിൽ കശുവണ്ടിയോ കിസ്മിസോ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് തണുക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്യണം. ഒരുപാട് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരു ഇളം ചൂട് നമ്മൾ കയ്യിൽ വെച്ചാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടിൽ തന്നെ നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുക. ആ സമയത്ത് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ നോക്കുക. നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികൾ ബീട്രൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുക. അവർ തീർച്ചയായിട്ടും അത് കഴിക്കും. അതിൻ്റെ ടേസ്റ്റോ മണമോ ഒന്നും അതിനകത്ത് വരത്തില്ല. അങ്ങനെ ചെയ്തയാന്നും കൂടി അവർക്ക് തോന്നില്ല. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ എൻ്റെ മോൾക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്, അവൾ കഴിക്കാറുമുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ തയ്യാറാക്കിയ ബീട്രൂട്ട് ലഡു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? താങ്ക് യു ഫോർ വാച്ചിങ്.